സതീഷ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നു. ബി ജെ പിയിൽ ചേർന്ന സതീഷിന് തമ്പാനൂർ വാർഡ് തന്നെ നൽകിയിരിക്കുകയാണ് ബി ജെ പി. തമ്പാനൂർ സതീഷിന് തമ്പാനൂർ വാർഡിൽ ശക്തമായ ബന്ധങ്ങളുണ്ട്. ചെങ്കച്ചൂള ഉൾപ്പെടുന്ന വാർഡാണ് തമ്പാനൂർ വാർഡ്. ഇവിടം കയ്യിൽ കരതലാമലകം പോലെ സതീഷിന് അറിയാം. എന്തായാലും ഇതോടുകൂടി തമ്പാനൂർ വാർഡിൽ ഒരു ത്രികോണ മത്സരം അരങ്ങേറും എന്നുള്ളത് ഉറപ്പായി. 2015 കോൺഗ്രസിലെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന മഹേശ്വരൻ നായർ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് ബി ജെ പി ജില്ലാ സെക്രട്ടറിയായിരുന്ന വി രാജേഷ് മത്സരിക്കുന്നത്. വട്ടിയൂർക്കാവ് വേണമെന്ന് വി രാജേഷ് കടുംപിടുത്തം പിടിക്കുകയായിരുന്നു. കവടിയാറിൽ ശബരിനാഥനെതിരെ വി രാജേഷ് മത്സരിക്കും എന്നായിരുന്നു മുമ്പ് വന്നിരുന്ന ശ്രുതി. എന്നാൽ കവടിയാറിൽ വി രാജേഷ് മത്സരിക്കുന്നില്ല. പകരം വട്ടിയൂർക്കാവിലാണ് മത്സരിക്കുന്നത്. ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥികളാണ് പത്മിനി തോമസും വി രാജേഷും എന്നതും ശ്രദ്ധേയം. പത്മിനി തോമസിനെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമോ അതോ വി രാജേഷിനെ മേയർ സ്ഥാനാർത്ഥിയായി ബി ജെ പി പ്രഖ്യാപിക്കുമോ എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ അറിയാം. കവടിയാറിൽ ശബരിനാഥനെതിരെ മത്സരിക്കുന്നത് മധുസൂദനൻ നായരാണ്. ബി ജെ പി പാർലമെന്ററി പാർട്ടി ലീഡർ MR ഗോപൻ നേമം വാർഡിൽ നിന്ന് മത്സരിക്കും. ബാക്കിയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്കെല്ലാം, കഴിഞ്ഞ തവണ ജയിച്ച നേതാക്കൾക്കെല്ലാം അതേ സീറ്റ് തന്നെ നൽകിയിട്ടുണ്ട് ബി ജെ പി. വനിതാ സംവരണം ഒഴിച്ചുള്ള സീറ്റുകളിൽ കഴിഞ്ഞ തവണ മത്സരിച്ചവർ തന്നെ മത്സരിക്കും. കരമന അജിത്ത്, ബി ജെ പിയുടെ തിരുവനന്തപുരം നഗരത്തിലെ മറ്റൊരു ശ്രദ്ധേയ മുഖമായ കരമന അജിത്ത് കരമന നിന്ന് മത്സരിക്കും. BG ഗിരികുമാർ വലിയവിള നിന്ന് മത്സരിക്കും. സുമി ബാലു ശാസ്തമംഗലത്ത് നിന്ന് മത്സരിക്കും. GS മഞ്ജു കാലടിയിൽ നിന്ന് മത്സരിക്കും. ഇങ്ങനെ ശക്തമായ ഒരു സ്ഥാനാർത്ഥി നിര തന്നെയാണ് ബി ജെ പി പുറത്തിറക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങളില്ല എന്ന് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിലൂടെ ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്നു. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്നുള്ളത് അവരുടെ ചിരകാല സ്വപ്നമാണ്. അതിനിടയിലാണ് UDF ശക്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കി കളം നിറഞ്ഞ് കളിച്ചത്. ഇതോടുകൂടി ബി ജെ പിയും തങ്ങളുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുകയായിരുന്നു. തിരുവനന്തപുരത്ത് ബി ജെ പി കഴിഞ്ഞ തവണ നേടിയത് 35 സീറ്റാണ്. 35 സീറ്റിൽ നിന്നും 55 സീറ്റോളം നേടി അധികാരം പിടിച്ചെടുക്കാനാണ് CPM നിന്ന് അധികാരം പിടിച്ചെടുക്കാനാണ് ബി ജെ പി നോക്കുന്നത്. എന്തായാലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക കിടിലം തന്നെ എന്നെല്ലാവരും തലകുലുക്കി സമ്മതിക്കുന്നു. പത്മിനി തോമസൊക്കെ കോൺഗ്രസിന്റെ നാവായിരുന്നു ഒരു കാലത്ത്. തമ്പാനൂർ സതീഷ് കോൺഗ്രസിന്റെ തിളയ്ക്കുന്ന യൗവനമായിരുന്നു. അവരൊക്കെ ഇപ്പോൾ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നു. അതാണ് കാലം വരുത്തി വെച്ച വിന. കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയവർക്കെല്ലാം സ്ഥാനം കൊടുത്തിരിക്കുന്നു ബി ജെ പി. എന്തായാലും പത്മിനി തോമസും വി രാജേഷും തമ്പാനൂർ സതീഷുമൊക്കെ നല്ല ലിസ്റ്റ് തന്നെയാണ് ബി ജെ പിക്ക്. മാത്രമല്ല ബി ജെ പി തലസ്ഥാനത്തെ 10 വാർഡുകളുടെ ചുമതല കൊടുത്തിരിക്കുന്നത് മുൻ IG ശ്രീലേഖയ്ക്കാണ്. ശ്രീലേഖ വഴുതക്കാട് അടക്കം 10 വാർഡുകളുടെ ചുമതല വഹിക്കും. വഴുതക്കാട് നിന്ന് മത്സരിക്കാൻ ശ്രീലേഖയോട് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ശ്രീലേഖ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. വഴുതക്കാട് വാർഡിൽ ശ്രീലേഖ മത്സരിക്കാത്തതിന് കാരണം തന്നെ മേയർ സ്ഥാനാർത്ഥി ആക്കാത്തത് കൊണ്ടാണെന്ന ശ്രുതിയും പരന്നിട്ടുണ്ട്. അതല്ല, നിയമസഭാ ഇലക്ഷനിൽ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് മത്സരിക്കാൻ ശ്രീലേഖ ആഗ്രഹിക്കുന്നു എന്ന് മറ്റൊരു വർത്തമാനം. എന്തായാലും വഴുതക്കാട് വാർഡ് ശ്രീലേഖയ്ക്കായി ബി ജെ പി നൽകിയിരുന്നു. അവർ മത്സരിക്കുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. പകരം 10 വാർഡുകളുടെ പ്രവർത്തനം ശ്രീലേഖ ഏകോപിപ്പിക്കും. ഗ്ലാമർ സ്ഥാനാർത്ഥികളുമായാണ് ബി ജെ പി വരുന്നതെന്നത് ശ്രദ്ധേയം. ബി ജെ പി പരീക്ഷിക്കുന്നതെല്ലാം പരിചയസമ്പന്നരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ്. പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തും പഴയ മുഖങ്ങളെ സ്വീകരിച്ചു കൊണ്ടുമുള്ള ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് അടുത്ത ദിവസം പുറത്തിറക്കുമെന്ന് ബി ജെ പി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പത്മിനി തോമസും തമ്പാനൂർ സതീഷും ഇടം പിടിച്ചത് കോൺഗ്രസിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്.
കാരണം ഇവരൊക്കെ ഒരു കാലത്ത് കോൺഗ്രസിന്റെ എല്ലാമെല്ലാമായിരുന്നു. പത്മിനി തോമസിനെ മേയറാക്കാമെന്ന് പറഞ്ഞ് കോൺഗ്രസ് ചതിക്കുകയായിരുന്നു ചെയ്തത്. അത് ആ ചതി ഇപ്പോഴും പത്മിനി തോമസിന്റെ മനസ്സിലുണ്ട്. BJP അവരെ കാര്യമായി തന്നെ പരിഗണിച്ചിരിക്കുന്നു. IG ശ്രീലേഖ BJPക്ക് വേണ്ടി നല്ല പ്രവർത്തനം കാഴ്ചവെക്കും എന്നാണ് BJPയുടെ വിശ്വാസം. അതുകൊണ്ടാണ് 10 വാർഡുകളുടെ ചുമതല അവർക്ക് നൽകിയത്. വഴുതക്കാടടക്കം അവർ താമസിക്കുന്ന വഴുതക്കാടടക്കം 10 വാർഡുകളുടെ ചുമതലയാണ് IG ശ്രീലേഖയ്ക്ക് നൽകിയിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിടിലം സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് BJP. അവിടെ ഇവിടെ BJPയിൽ പൊട്ടലും ചീറ്റലും എല്ലാം നടക്കുന്നുണ്ട്. നേമത്ത് MR ഗോപനെ മത്സരിപ്പിക്കാൻ ഇറക്കിയതിനെതിരെ BJP നേമം ഏരിയ അധ്യക്ഷൻ രാജിവെച്ചത് BJPക്ക് വലിയ തിരിച്ചടിയാണ്. തിരുമല അനിലിന്റെ ആത്മഹത്യ ഉയർത്തുന്ന ചോദ്യങ്ങൾ, BJP മുൻ സംസ്ഥാന സെക്രട്ടറി MS കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, ഇതൊക്കെ BJPക്ക് വലിയ തലവേദനയായിട്ടുണ്ട്. ഈ തലവേദനകളെല്ലാം മറക്കാൻ വേണ്ടി കിടിലം സ്ഥാനാർത്ഥികളെ ഇറക്കി കളം നിറഞ്ഞ് കളിച്ചിരിക്കുകയാണ് BJP. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ പല വാർഡുകളിലും ത്രികോണ മത്സരം നടക്കും എന്നുള്ളത് ഉറപ്പാണ്.